വീടിന് സമീപത്തെ കൂറ്റൻ മരമാണ് ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വലിയ മരം ഏത് നിമിഷവും നിലംപതിക്കാറായ അവസ്ഥയിലാണ്. ഷൈജലും ഭാര്യ സുൽഫിയയും ഉമ്മയും 2 കുഞ്ഞുങ്ങളുമാണ് വീട്ടിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കാറ്റടിച്ചപ്പോൾ പേടി കാരണം വീടിന്റെ വരാന്തയിലാണ് ഈ കുടുംബം കഴിഞ്ഞത്. 4 വർഷമായി കുടുംബം പരാതി നൽകാത്ത ഇടങ്ങളില്ല. ജില്ലാ കളക്ടർ, സബ് കളക്ടർ, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ എന്നിവിടങ്ങളിലെല്ലാം പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മരത്തിന്റെ ചില്ലകൾ പൊട്ടിവീണ് ഒരു തവണ മേൽക്കുരയിലെ ഷീറ്റ് തകരുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരാണ് ചില്ലകൾ വെട്ടിമാറ്റിയത്. സ്വന്തം ചിലവിൽ മരം മുറിച്ചു മാറ്റാനാണ് അധികൃതർ ആവശ്യപ്പെട്ടതെന്ന് സുൽഫിയ പറയുന്നു. കുറേ പ്രാവശ്യം അവരോട് പരാതി പറഞ്ഞു. ഇന്നലെ അടക്കം ഞങ്ങൾ മെമ്പറെ വിളിച്ച് സംസാരിച്ചിട്ടും ഒന്നും അവർ ചെയ്തു തരുന്നില്ല. ഞങ്ങൾക്ക് 3 വർഷമായി ഞങ്ങൾ പരാതി ബ്ലോക്കിലും പിന്നെ കളക്ട്രേറ്റിലും മുനിസിപ്പാലിറ്റിയിലും കൊടുത്തിട്ട് അവരൊരു നടപടി ഞങ്ങൾക്ക് ഇതിനെടുത്തു തരുന്നില്ല. 5 മാസമായ കുട്ടി, 5 വയസ്സായ ഒരു മോനും ഉമ്മയും ഞാനും ഇക്കെ മാത്രമേ പുരയിലുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ വീടുകളിലും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എണീച്ചിരിക്കലാണ് ദിവസം ഇവിടെ പതിവ്. ഇതാണ് അവസ്ഥ ഞങ്ങളത്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഷൈജലിന്റെയും ഹോട്ടൽ ജോലിക്ക് പോകുന്ന ഉമ്മയുടെയും വരുമാനം കൊണ്ടാണ് ഈ കുടുംബം പട്ടിണിയില്ലാതെ കഴിയുന്നത്. സ്വന്തം ചിലവിൽ മരം മുറിച്ചു മാറ്റുക എന്നത് ഇവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. പിഞ്ചുകുട്ടികളടക്കമുള്ള കുടുംബത്തിന് സുരക്ഷിതമായി അന്തിയുറങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ അധികൃതർ കണ്ണു തുറന്നേ മതിയാവൂ. മാതൃഭൂമി ന്യൂസ്, വയനാട്.